പ്രൈസ് ദി ലോർഡ്. ഇന്നേ ദിവസം കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനം വെളിപ്പെടുത്തുന്നു. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവം പ്രകാശമാണ്. അതായത് ദൈവം എപ്പോഴും വസിക്കുന്നത് അപ്രാപ്യമായ പ്രകാശത്തിലാണെന്ന് 1 തിമോഥെയോസ് 6-ാം അധ്യായം 16-ാം വാക്യം വെളിപ്പെടുത്തുന്നു. ദൈവം മനുഷ്യനെ തൻ്റെ തേജസ്സിനുള്ളിലാക്കി നിർത്തിയിരുന്നു. നമുക്കറിയാം, ആദത്തെയും ഹവ്വായെയും ദൈവം തൻ്റെ തേജസ്സിനുള്ളിലായി നിർത്തിയിരുന്നു. ദൈവവുമായി എപ്പോഴും അവർക്ക് ബന്ധമുണ്ടായിരുന്നു. അവർ പാപം ചെയ്തപ്പോൾ അവരുടെ തേജസ് എന്ന് പറയുന്ന വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ഇലകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കി ധരിച്ചു. അതോടുകൂടി അവർക്ക് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ആത്മീക മണ്ഡലവുമായുള്ള അവരുടെ ബന്ധം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ അവർ ആത്മീകമായി മരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ പലരും ആത്മീയമായി മരിച്ച അവസ്ഥയിലാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ മഹത്വത്തിന് അയോഗ്യരായി. സ്നേഹമുള്ളവരെ, എന്നാൽ എല്ലാവരെയും ദൈവ മഹത്വത്തിന് യോഗ്യതയുള്ളതാക്കി മാറ്റുവാൻ കൊളോസ്സർ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം പറയുന്നു, യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഒരു രഹസ്യമുണ്ട്. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നത് തന്നെ. ആദി മാതാപിതാക്കൾ വഴി നഷ്ടപ്പെട്ട ദൈവ തേജസ് ഇന്ന് ക്രിസ്തുവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്നരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം തിരുവചനം വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിൽ ദൈവമായ കർത്താവ് കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ കരുണ ഇന്ന് നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ സ്നേഹമായും ശാന്തിയായും ക്ഷമയായും പരിശുദ്ധാത്മാവ് നിറയട്ടെ. കർത്താവായ യേശു എൻ്റെ ശക്തിയും എൻ്റെ ബലവും എൻ്റെ പ്രാണനും ആണെന്ന് എല്ലാ നാവുകളും ഏറ്റുപാടാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുങ്ങാം. എൻ്റെ യേശുവേ നാഥ, ഞങ്ങളിലേക്ക് വരണമേ. നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. യേശുവേ നാഥനേ വരണേ, കാരുണ്യം എൻ്റെ മേൽ ചൊരിയണേ. യേശുവേ നാഥനേ വരണേ, കാരുണ്യം എൻ്റെ മേൽ ചൊരിയണേ. സ്നേഹമായി ശാന്തിയായി ക്ഷമയായി നിറയണേ.
ആത്മാവും ജീവനും നമുക്കായി നൽകി നമ്മെ സ്നേഹിക്കുന്ന കർത്താവായ യേശുവിൻ്റെ ആ വലിയ നാമത്തെ ഉയർത്തി നമുക്ക് ഏവർക്കും പാടാം. യേശുവേ, അവിടുത്തേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണ്, ഞങ്ങളുടെ ശക്തിയാണ്, ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ പ്രാണനുമായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ആത്മാവും ജീസസ് ജീവനും നൽകുന്ന നാമത്തെ ഉയർത്തി ഞാൻ പാടുന്നു. യേശുവേ, ആത്മാവും ജീവനും ജീവനും നൽകുന്ന ഗ്ലോറി നാമത്തെ ജീസസ് ഉയർത്തി ഞാൻ പാടുന്നു. സ്തുതിയും സ്തുതിയും സ്തോത്രവും കർത്താവേ അർപ്പിക്കുന്നു. മഹത്വവും ഹല്ലേലൂയ. സ്തോത്രവും അർപ്പിക്കുന്നു. സ്തുതിയും ജീസസ് മഹത്വവും ഹല്ലേലൂയ. സ്തോത്രവും ഓ അർപ്പിക്കുന്നു. യേശുവേ, അങ്ങ് ഞങ്ങളുടെ ശക്തിയാണ്. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ്റെ ദൈവം. ഓ ജീസസ്, നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ പ്രാണനും നീ എൻ്റെ ദൈവം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത ഭാരങ്ങൾ കണ്ണുനീരായി ഒഴുകുന്നുവെങ്കിൽ, നമ്മുടെ മനസ്സ് വേദനയിൽ ഉരുകുന്നുവെങ്കിൽ യേശുവിനോട് പറയാം, കർത്താവേ, നീറുന്ന എൻ്റെ ജീവനെ അങ്ങേക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾ കർത്താവേ, ഞങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന എല്ലാ സാഹചര്യത്തെയും നോക്കിക്കൊണ്ട് കർത്താവേ, നീയാണ് ഞങ്ങളുടെ ശക്തി എന്ന് വിളിച്ചു പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭാരങ്ങൾ കണ്ണുനീരായി ഒഴുകുന്നു. എൻ മാനസം വേദനയിൽ ഉരുകുന്നു. ജീസസ്, എൻ ഭാരങ്ങൾ കണ്ണുനീരായി ഒഴുകുന്നു. ഹല്ലേലൂയ. എൻ മാനസം വേദനയിൽ ഉരുകുന്നു. നീറുമെൻ ജീവനെ നൽകി ഞാൻ പാടുന്നു. നീറുമെൻ യേശുവേ, ജീവനെ നൽകി ഞാൻ പാടുന്നു. പ്രതികൂലമാകുന്ന ചെങ്കടലിനെ പ്രതികൂലമാകുമെൻ ചെങ്കടൽ നേരെയും വിശ്വാസവടി ഞാൻ നീട്ടിടുമേ. ഹല്ലേലൂയ. പ്രതികൂലമാകുമെൻ ചെങ്കടൽ നേരെയും വിശ്വാസവടി ഞാൻ നീട്ടിടുമേ. നീ എൻ്റെ ശക്തിയും നീ എൻ്റെ ബലവും നീ എൻ്റെ ഇന്നത്തെ ദിവസം
കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവായ യേശു ക്രിസ്തു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.